ഹായ് ഹലോ നമസ്തേ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് കിറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ഈസി എവറിഡേ ലുക്കിന് ആവശ്യമായിട്ടുള്ളതൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ മേക്കപ്പിൽ പുതിയതായിട്ടുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് വളരെ സിമ്പിൾ ആൻഡ് സെറ്റിലായിട്ട് മാത്രം ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിസ് ലിസ്റ്റ് ഹാസ് കവർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ദാറ്റ് യു വാണ്ട്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ട്സും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപാട് ബ്ലാബ്ല പറയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മേക്കപ്പ് കിറ്റിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വെക്കുന്നത് എന്ന് പറയുന്നതിനൊക്കെ മുന്നേ ഫസ്റ്റ് തിങ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കണം. സ്കിൻ ടൈപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങൾ ഇതേ പ്രോഡക്ട്സ് തന്നെ മേടിച്ച് യൂസ് ചെയ്യണം എന്നൊന്നുമല്ല പറയുന്നത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്ന സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിനെ പറ്റി പറയാം. ഞാൻ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഡസ്കി ബ്രൗൺ സ്കിൻ ടോണിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ഫൗണ്ടേഷൻ ഒരു റെഫറൻസിനാണെങ്കിൽ ഞാൻ NC42 ഫൗണ്ടേഷൻ ഷെയ്ഡിൽ വരുന്ന ഒരു വ്യക്തിയുമാണ്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് കിറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കാം. നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിനെ പ്രെപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ളത് ക്ലെൻസിങ്. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള, അതായത് ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ സ്കിൻ ആണോ, നോർമൽ സ്കിൻ ആണോ എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റഫിലിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മമ്മ-എർത്തിൻ്റെ ഈ ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹിമാലയയുടെ ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് ഉള്ളവർക്കാണെങ്കിൽ ഹിമാലയയുടെ ഫേസ് വാഷ് നല്ല നീം ഫേസ് വാഷ് വളരെ നല്ലതാണ് കേട്ടോ. അടുത്തത് മോയ്സ്ചറൈസർ. നമ്മൾ ഏതെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് യൂസ് ചെയ്യുക. ഒരിക്കലും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യരുത്. മോയ്സ്ചറൈസർ ഇടുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവുകയും പിന്നെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം ബ്ലെൻഡായിട്ടും കിട്ടും. ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടി നിങ്ങളൊരു മോയ്സ്ചറൈസർ, ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാൻ ന്യൂട്രിഡമിൻ്റെ ഈ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ബീൻ 2 years ഐ എം യൂസിങ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് ഐ ജസ്റ്റ് ലവ് ദിസ്. സോ അടുത്തത് സൺസ്ക്രീൻ. സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ്. നെവർ സ്കിപ്പ് സൺസ്ക്രീൻ. ഈവൻ ഇഫ് നിങ്ങൾ വീട്ടിനകത്താണെങ്കിലോ, നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ മസ്റ്റായിട്ട് ഇടണം. വീട്ടിലകത്താണെങ്കിൽ കൂടിയും നിങ്ങൾ സൺസ്ക്രീൻ ഇടാതെ ഇരിക്കുകയോ ചെയ്യരുത്. വീട്ടിനകത്താണെങ്കിൽ SPF കുറഞ്ഞ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പുറത്താണെങ്കിൽ ഒരു 50+ അല്ലെങ്കിൽ 30+ കൂടുതലായിട്ടുള്ള സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ ഈ സൺസ്ക്രീനാണ്. അക്വാലോജിക്കയുടെ ഗ്ലോ പ്ലസ് ഡൂയി സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ മേടിച്ചതിന് ശേഷം ഞാൻ മുടങ്ങാണ്ട് സൺസ്ക്രീൻ ഒരു ദിവസവും സ്കിപ്പ് ചെയ്യാണ്ട് സൺസ്ക്രീൻ ഞാൻ ഇടുന്നുണ്ട്, ഈവൻ ഇഫ് ഞാൻ വീട്ടിലാണെങ്കിൽ കൂടിയും. ഇതും ഓയിലി സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ ഒരു ജെൽ ബേസ്ഡോ വാട്ടർ ബേസ്ഡോ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇല്ല ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ നല്ല ക്രീം ബേസ്ഡ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീനെ പറ്റിയിട്ടും SPF എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മുടെ സ്കിൻ പ്രിപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബേസ് മേക്കപ്പിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അടുത്തത് ഒരു കൺസീലർ അല്ലെങ്കിൽ ഒരു BB ക്രീം അല്ലെങ്കിൽ ഒരു CC ക്രീം. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു BB ക്രീമോ CC ക്രീമോ കൺസീലറോ മതി ഫൗണ്ടേഷന് ഓൾട്ടർനേറ്റീവായിട്ട്. അപ്പോൾ ഒരു ഡൗട്ട് വന്നില്ലേ, എനിക്കിനി ഏതാ വേണ്ടത്, BB ക്രീം വേണോ, CC ക്രീം വേണോ, അതോ ഇനി കൺസീലറാണോ എനിക്ക് വേണ്ടതെന്നുള്ളത്? ഡോണ്ട് വറി. നിങ്ങളുടെ മുഖത്ത് ഒരുപാട് ആക്നെ സ്പോട്ട്സോ മാർക്സോ കറുത്ത കുത്തുകളോ പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മറക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല കൺസീലർ യൂസ് ചെയ്യാം. സ്വിസ് ബ്യൂട്ടിയുടെ ഈ കൺസീലർ നല്ലൊരു കൺസീലറാണ് കേട്ടോ. അത്യാവശ്യം നല്ല കവറേജ് ഒക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് വാം സാൻഡ്. ഇനി നിങ്ങളുടെ മുഖത്ത് ഇമാതിരിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈതർ നിങ്ങൾക്കൊരു BB ക്രീം യൂസ് ചെയ്യാം, ഗാർണിയറിൻ്റെ വൈറ്റമിൻ C BB ക്രീം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു CC ക്രീം യൂസ് ചെയ്യാം. ലാക്മിയുടെ 925 CC ക്രീം. ഇത് എൻ്റെ ഷെയ്ഡ് ആൽമണ്ട്. BB ക്രീം എന്ന് പറഞ്ഞാലും CC ക്രീം എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം ആണ്. BB ക്രീം എന്ന് പറഞ്ഞാൽ ഒരു ടിൻഡഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. CC ക്രീം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കവറേജ് ഒക്കെ നമ്മുടെ ഫേസിൽ തരുന്നതാണ് ഈ CC ക്രീം. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇനി അടുത്ത് നമ്മൾ ഇട്ട് ഈ ബേസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം, ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുള്ളതാണ് ഒരു നല്ല കോമ്പാക്റ്റ് പൗഡർ. ഞാനിപ്പോൾ ഇവിടെ LA Girlന്റെ പ്രോ കോമ്പാക്ട് പൗഡർ ഓഫ് ദി ഷെയ്ഡ് സോഫ്റ്റ് ഹണിയാണ് കാണിക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു കോമ്പാക്ട് പൗഡറാണ്. ഏതെങ്കിലും നല്ലൊരു കോമ്പാക്ട് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുക. കോമ്പാക്ട് പൗഡർ ഇപ്പം ചില ആൾക്കാർക്ക് മൊത്തത്തിലൊരു മാറ്റ് ഫിനിഷ് പോലെ വേണം. മാറ്റ് ഫിനിഷ് എന്ന് വെച്ചാൽ നല്ല പൗഡറി ആയിട്ടുള്ളൊരു ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ മുഖം മുഴുവനും നമുക്ക് കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ T സോണിൽ മാത്രം, നമുക്ക് ഒത്തിരി ആയിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കൺസീലർ നമ്മൾ അവിടെ ആയിട്ട് ഇട്ട് കൊടുത്തുന്ന ആ ഭാഗം സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും നമ്മളിത് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഒരു ഐബ്രോ പെൻസിൽ. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഐബ്രോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിനെ നന്നായിട്ട് ഫ്രെയിം ചെയ്യാനും നിങ്ങളുടെ ലുക്കിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഓഫ് ദി ഷെയ്ഡ് മീഡിയം ബ്രൗൺ. പിന്നെ ഒരു ഭാഗത്ത് സ്പൂളിയും മറുഭാഗത്ത് ഐബ്രോ പെൻസിലും നമുക്ക് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ഓഫ് ദി ഷെയ്ഡ് മീഡിയം ബ്രൗൺ. മാക്സിമം നിങ്ങളൊരു ബ്രൗൺ ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ടു ബ്ലാക്ക്. ഇനി അടുത്തത് ഏതെങ്കിലും നല്ലൊരു ഐലൈനർ അല്ലെങ്കിൽ കാജൽ യൂസ് ചെയ്യുക. എനിക്ക് ഐലൈനർ ആൻഡ് കാജലിനോട് വലിയ താല്പര്യമുള്ള ആളല്ല. അത് കാരണം എനിക്കത് എഴുതാനും വലുതായിട്ട് അറിയില്ല, ടു ബി ഫ്രാങ്ക്. എൻ്റെ കയ്യിലുള്ളത് ഐലൈനറിൻ്റെ ബ്ലാക്ക് ഐലൈനർ പെന്നാണ്. പിന്നെ ഉള്ളത് ലാക്മിയുടെ ഐക്കോണിക് കാജൽ, ബ്ലാക്ക് തന്നെയാണ്. എപ്പോഴും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനറൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നേരെ അടുത്തത് നല്ലൊരു മസ്കാര യൂസ് ചെയ്യുക. ഞാനിപ്പോൾ നൈക്കയുടെ കേൾ പവർ മസ്കാരയാണ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ മസ്കാരയും വളരെ നല്ല മസ്കാരയാണ് കേട്ടോ. മസ്കാര നമ്മുടെ ഐ ലാഷസിനെ നന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് നന്നായിട്ട് ലെങ്തൻ ചെയ്ത് വോളിമൈസ് ചെയ്ത് മൊത്തത്തിൽ നമ്മുടെ ഐ ലാഷസിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്യും. എപ്പോഴും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു മസ്കാര മേടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മസ്കാര യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കോട്ടിൽ മാത്രം നിർത്താണ്ട് 1-2 കോട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഓളിയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഫേസിന് ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഒരു മാറ്റം വരുത്തുന്നതാണ് അടുത്ത് പറയാൻ പോകുന്നത്. നൺ അതർ ദാൻ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു നല്ല ലിപ് ബാം. നിങ്ങൾക്ക് ഒരു നല്ല നാച്ചുറൽ ഒരുപാട് ലിപ്സ്റ്റിക് ഇട്ടതായിട്ടോ മേക്കപ്പ് ഇട്ടതായിട്ടോ ഒന്നും പുറത്ത് കാണിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ടിൻറ്റഡ് ലിപ് ബാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലിപ് ടിൻറ്റ് യൂസ് ചെയ്യാം. ഇത് ഒരു നല്ല ഓപ്ഷനാണ്, എർത്ത് റിതമിൻ്റെ ലിപ് ചീക്ക് ടിൻറ്റ്. പിന്നെ ലിപ് ബാം, ഇത് ഇനി നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, ലിപ്സ്റ്റിക്കേ ഇടണ്ട, ലിപ്സ്റ്റിക് ഇട്ട് അയ്യോ എനിക്ക് പുറത്ത് പോകാൻ എന്തോ പോലെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഒരെണ്ണം മേടിച്ച് വെറുതെ കൈ വെച്ചോളൂ. ബിക്കോസ് ദിസ് ഇസ് എ സൂപ്പർ തിങ്. ഈവൻ നിങ്ങൾ വെറുതെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും ഒരു മേക്കപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് മാത്രം ഇട്ടുകൊണ്ട് പോയാലും വളരെ നല്ലതാണ്. നല്ല കളറാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക്ബെറി ഷൈൻ, നിവ്യയുടെ ബ്ലാക്ക്ബെറി ഷൈൻ ടിൻറ്റഡ് ലിപ് ബാം. ഇത് ലിപ് ബാം ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബേസിക് ആയിട്ട് ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പിങ്ക് ടോൺ അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ്, ഇത് എപ്പോഴും പ്രിഫർ ചെയ്തായിരിക്കും നല്ലത്. എൻ്റെ സ്കിൻ ടോണിൽ പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ലിപ്സ്റ്റിക്കിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇത് വന്നിട്ട് നൈക്കയുടെ ചായ 18 ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഒരെണ്ണം ലാക്മിയുടെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ഓഫ് ദി ഷെയ്ഡ് മൗ എക്ടസി, ഇതും നല്ലൊരു ഓപ്ഷനാണ്. സോ ഇത്രയും മതി നിങ്ങളുടെ ബിഗിനേഴ്സിൻ്റെ മേക്കപ്പ് കിറ്റിന് ആവശ്യമായിട്ടുള്ളത്. ഇത്രയും ഉണ്ടെങ്കിൽ നല്ല പ്ലസൻ്റ് ആയിട്ടൊരു ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്യാം. ഇനി മേക്കപ്പ് ഒരല്പമെങ്കിലും നമ്മുടെ ഫേസിന് വേണമെങ്കിൽ മിനിമം ഇത്രയും പ്രോഡക്ട്സ് എങ്കിലും നിങ്ങൾക്ക് വേണം. I hope ഈ ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് ഹെൽപ്സ് യു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് യുവർ മേക്കപ്പ് ജേർണി. ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിലേതാ നിങ്ങളുടെ ഫേവറേറ്റ് പ്രോഡക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡു കമൻറ്റ്. ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ് റിയലി മീൻസ് എ ലോട്ട് ടു മീ. Thank you so much for watching. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു.